എല്ലാവർക്കും ഡെയിലി ന്യൂസിന്റെ മറ്റൊരു ചുരുക്ക വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് 2023 ഡിസംബർ 16 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മറ്റൊരു അഴിമതി ആരോപണം കൂടി തലപൊക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റുദ്യോഗസ്ഥർക്കും കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് CMRL നിയമവിരുദ്ധമായി കോടിക്കണക്കിന് രൂപ നൽകിയെന്ന ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം ത്വരിതാന്വേഷണം തുടങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ മുൻപാകെ പരിശോധനയ്ക്ക് വന്ന രേഖകളും മൊഴികളും വ്യക്തമാക്കുന്ന പ്രകാരം CMRL കമ്പനി 2016 ശേഷം 135 കോടി രൂപ വിതരണം ചെയ്തത് ആർക്കെല്ലാമാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് കണ്ടെത്തേണ്ടത് മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ്. നിയമോപദേശ പ്രകാരം കേസ് അവർക്ക് കൈമാറുന്നതിന് മുന്നോടിയായാണ് ഇപ്പോഴുള്ള ത്വരിതാന്വേഷണം നടത്തുന്നത്. വൻകിട വ്യവസായ രംഗത്തെ സംഘടിത സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുവാനുള്ള ജുഡീഷ്യൽ അധികാരമുള്ള ഏജൻസിയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO. ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയ രേഖകളും മൊഴികളും വസ്തുതാപരമാണ് എന്ന് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡയറക്ടർ ജനറൽ റിപ്പോർട്ട് ചെയ്താൽ കേസ് അന്വേഷണം SFIO ഏറ്റെടുക്കും. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയെ വെറുതെ വിടുവാനുണ്ടായ സാഹചര്യം പരിശോധിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന് അഭിമാനകരമായ സാഹചര്യമല്ല ഉണ്ടായത്. വിധിക്കെതിരെ അപ്പീൽ പോകുന്നതിന് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഗൗരവമായി പരിശോധിക്കും. കേസിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായതായി പറയാനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കോടതി വെറുതെ വിട്ട അർജുൻ തന്നെയാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ TD സുനിൽകുമാർ. മേലധികാരികളുമായി ചർച്ച ചെയ്ത് വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഞ്ചേരിയിൽ ശബരിമല തീർത്ഥാടക സംഘം സഞ്ചരിച്ചിരുന്ന മിനി ബസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ച് 5 പേർ കൊല്ലപ്പെട്ടു. മഞ്ചേരി അരീക്കോട് റോഡിലെ ചെട്ടിയങ്ങാടിയിലായിരുന്നു സംഭവം. ഓട്ടോറിക്ഷ ഡ്രൈവറും സഹോദരിമാരും മക്കളുമടക്കം 5 പേരാണ് അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ മരിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ മജീദിന്റെ മകളുടെ നിക്കാഹ് ഇന്ന് നടക്കേണ്ടതായിരുന്നു. കർണാടകയിലെ ഹൊസൂരിൽ നിന്ന് ശബരിമലയിലേക്ക് തീർത്ഥാടകരെയും കൊണ്ടുപോകുകയായിരുന്നു മിനി ബസ്. നമ്മൾ വാർത്തയിൽ നിന്ന് ഒരു നിമിഷം വ്യതിചലിക്കുന്നു. നമ്മുടെ രാജ്യത്തെ 3 പ്രമുഖ മുൻനിര പത്രങ്ങളായ മനോരമ, മാതൃഭൂമി, ദ ഹിന്ദു എന്നിവയിൽ വരുന്ന വാർത്തകൾ സംഗ്രഹിച്ച് വളരെ ചുരുക്കി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഡെയിലി ന്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രധാന വാർത്തയും വിട്ടുപോകുന്നില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഇതുവരെയായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ വീണ്ടും വാർത്തയിലേക്ക് തിരിച്ചു വരുന്നു. പ്രമുഖ കോൺഗ്രസ് നേതാവും 2 തവണ മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥൻ അന്തരിച്ചു. അദ്ദേഹത്തിന് 83 വയസ്സായിരുന്നു. അദ്ദേഹത്തിന്റെ സംസ്കാരം ഇന്ന് 2:30 പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥനെതിരായ കേസ് സംസ്ഥാന വിജിലൻസ് അന്വേഷിക്കുന്നതിൽ തടസ്സമില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ അങ്കിത് തിവാരിക്കെതിരായുള്ള തമിഴ്നാട്ടിലെ കൈക്കൂലി കേസ് CBIക്ക് വിടണമെന്ന പൊതു താൽപര്യ ഹർജി തള്ളിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഈ സുപ്രധാന വിധി. ഗവർണറെ തടയും എന്ന SFIയുടെ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തുന്നത് പ്രമാണിച്ച് കനത്ത സുരക്ഷാ ക്രമീകരണത്തിന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും മറ്റും യോഗത്തിൽ തീരുമാനം. ഗവർണറുടെ സുരക്ഷ മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്ക് സമാനമാക്കുവാനാണ് പോലീസിന്റെ തീരുമാനം. 3 പൈലറ്റ് വാഹനങ്ങൾ ഗവർണറുടെ വാഹന വ്യൂഹത്തിൽ അധികമായി ഉൾപ്പെടുത്തും. ഗവർണർ താമസിക്കുന്ന സ്ഥലം, പോകുന്ന വഴി, പരിപാടികൾ നടക്കുന്ന സ്ഥലം എന്നിവിടങ്ങളിൽ അധിക പോലീസിനെ വിന്യസിക്കും. അതേസമയം ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പോസ്റ്ററുകൾ പതിച്ച SFI. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ DYFA പ്രവർത്തകരും മുഖ്യമന്ത്രിയുടെ ഗൺമാനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി റിപ്പോർട്ടുകൾ. മർദ്ദനത്തിൽ ഒരു പ്രവർത്തകന്റെ കൈയൊടിയുകയും മറ്റൊരാളുടെ തലയ്ക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്തു എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഗവർണർക്കെതിരായ പ്രതിഷേധം സ്വാഭാവികമാണ് എന്നും കരിങ്കൊടി പ്രതിഷേധം ഇനിയും തുടരുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഘപരിവാർ പ്രീതി പിടിച്ചുപറ്റുവാൻ ശ്രമിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടിമുടി പ്രകോപനം സൃഷ്ടിക്കുകയാണ് എന്ന് അദ്ദേഹം ആരോപിച്ചു. കേരള സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മൂലം ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് എന്നിവയുടെ അച്ചടി നിർത്തിവെച്ചു. ഇതോടെ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾ പുറത്തിറക്കാനാകാത്ത സ്ഥിതിയാണ് എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ഒരു മാസം 1 ലക്ഷത്തോളം വാഹനങ്ങളാണ് കേരളത്തിൽ പുറത്തിറങ്ങുന്നത്.
ലൈസൻസ് അച്ചടി കഴിഞ്ഞ മാസം 16 മുതലും RC അച്ചടി 23 മുതലുമാണ് നിർത്തിവച്ചത്. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ് എന്നും എല്ലാം ശരിയായി നടക്കുന്നുണ്ട് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് KSRTCയും വിശദീകരിച്ചു. അമിക്കസ് ക്യൂറിയും ഇക്കാര്യം ശരിവച്ചു. അതേസമയം കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ശബരിമല സന്ദർശനത്തിലെത്തിയവരിൽ 1.5 ലക്ഷം പേരുടെ എണ്ണം ഈ വർഷം കുറവുണ്ട് എന്ന് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ദിവസം ലോക്സഭയിലുണ്ടായ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ലളിത് ദായെ ഡൽഹി NIA പ്രത്യേക കോടതി ഒരാഴ്ചത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ പാർലമെന്റിൽ എത്തിച്ച് സംഭവത്തിന്റെ പുനരാവിഷ്കാരം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം സംഭവത്തെക്കുറിച്ച് ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്ന ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രക്ഷോഭത്തിൽ ഇരുസഭകളും ഇന്നലെ നടപടികളൊന്നുമില്ലാതെ പിരിഞ്ഞു. KSRTC എന്ന ചുരുക്കപ്പേര് കേരളത്തിനും കർണാടകത്തിനും ഇനി തുടർന്നും ഉപയോഗിക്കാം. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ചുരുക്കെഴുത്തായ KSRTC എന്ന പേര് മറ്റാരെങ്കിലും ഉപയോഗിക്കുന്നത് തടയണമെന്ന കേരളത്തിന്റെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ഇതേ തുടർന്ന് കർണാടകയ്ക്കും തുടർന്നും KSRTC എന്ന പേര് ഉപയോഗിക്കുന്നതിന് അവകാശം ലഭിച്ചു. കർണാടക സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. കേരളം KSRTC എന്ന പേര് ഉപയോഗിക്കരുത് എന്ന് ഉത്തരവിട്ടിട്ടില്ലാത്തതിനാൽ കേരളത്തിനും തുടർന്ന് ആ പേര് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെ ഇനി ഹാർദിക് പാണ്ഡ്യ നയിക്കും. മുംബൈ ഇന്ത്യൻസിനെ 5 തവണ കിരീട നേട്ടത്തിലേക്ക് നയിച്ച നിലവിലുള്ള ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മാറി നിൽക്കുവാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റനാകുന്നത്. ഇതോടുകൂടി ഇന്നത്തെ ചുരുക്ക വാർത്തകൾ സമാപിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു മനോഹരമായ ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.